ശബരിമലയിലെ ആ പീഠം അടിച്ചുകൊണ്ടുപോയ ഉണ്ണികൃഷ്ണനും സതീശനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉണ്ണികൃഷ്ണന്റെ രാഷ്ട്രീയം എന്താണ്? ഉടനടി അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. കാര്യം ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ടാണ് പൊടുന്നനെ ഉണ്ണികൃഷ്ണന്റെ ആ പരാതി വന്നത്. ആ പരാതിയെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഉടനടി കേസ് വരുന്നു. കേസ് വന്നതിന് പിന്നാലെ ആ വിഷയം സതീശൻ ശരവേഗത്തിൽ നിയമസഭയിലേക്ക് എത്തിക്കുന്നു. നിയമസഭയിൽ മാത്രമല്ല അന്ന് പെർഫോമൻസ് ഇറക്കിയിട്ടത്. സഭയിൽ ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് ഇത് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന റൂള് സ്പീക്കർ പറഞ്ഞ സന്ദർഭത്തിൽ സതീശന്റെ ഡയലോഗും പിന്നാലെ പുറത്തു വന്ന് മാധ്യമ കോലുകൾക്ക് മുന്നിൽ അടിച്ച ആ ഡയലോഗുകൾ കേരളം ഇപ്പോൾ ഓർമ്മിക്കണം. ഈ നാട് കാണേണ്ട ചില കൃത്രിമ വിവാദങ്ങളുണ്ട്. കാര്യം ഇല്ലാത്ത ചില വിവാദങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കാൻ സതീശനും സംഘവും ഉപയോഗിക്കുന്ന ആൾക്കാരാരൊക്കെയെന്ന് ഈ നാടിന് മനസ്സിലാക്കുക. അതിൽ പോറ്റി വരപ്പെടുകയാണ്. അപ്പോൾ അന്ന് ആ വിവാദം വന്നപ്പോൾ സതീശന്റെ നിയമസഭയിലെയും പുറത്തെയും നാടകങ്ങളും ഡയലോഗുകളും കേൾക്കണം. ഒരു പച്ച നുണ എത്ര വിദഗ്ധമായിട്ടാണ് ഇയാൾ വിളിച്ചു കൂവുന്നതെന്ന് ശ്രദ്ധിക്കണം. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടി നിർത്തിവെക്കുന്ന വിക്ഷേപമാണ് ഇന്ന് നൽകിയത്. ചട്ടം 50 പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 52 ക്ലോസ് 7 പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. ഓർഡർ യെസ് 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 അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹം പറയട്ടെ എന്താണ്. യെസ് 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 പ്ലീസ് പ്ലീസ് അവിടെ പ്ലീസ് അവിടെ ഇരിക്കാൻ പറ. LOP പറയട്ടെ, LOP പറയട്ടെ. നോണോ LOP പറയട്ടെ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണ് സംസാരിക്കാൻ പറ്റൂ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ നിങ്ങളല്ല, അദ്ദേഹമാണ്. പറയട്ടെ. യെസ് സർ, ഇവിടെ നിരവധി പ്രീസിഡൻസ് ഇതുപോലെ സബ്ജുഡീസ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. പല സർക്കാരിന്റെ സമയത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രീസിഡൻസ് ഇവിടെയുണ്ട്. ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. ഹൈക്കോടതി വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയുകയും അവർ അന്വേഷണം ഉത്തരവിടുകയും ചെയ്ത കേസാണ്. അവിടെ ഒരു ക്ലോഷർ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന കേസാണ്. ഗൗരവതരമായി ശബരിമല പോലുള്ള സാർ ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. സാർ എസ് പറഞ്ഞ ഞാൻ എങ്ങനെ പറയണ എന്റെ ഒരു സെന്റൻസ് പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല. ഇതൊക്കെ റൈറ്റ് ആണ്. സ്പീക്കർ ഇത് നിഷേധിച്ചാൽ ലീഡർ ഓഫ് ഒപ്പോസിഷന്റെ റൈറ്റ് ആണ്. എന്റെ ഒരു സെന്റൻസ് പോലും പറയുന്നതിനും എല്ലാ വാക്കിനും എസ് പറഞ്ഞ ഞാൻ എങ്ങനെ പറയും? അപ്പൊ ഇത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു വിഷയമാണ്. ശബരിമലയിൽ നിന്നും 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചു മാറ്റിയൊരു വിഷയമാണ്. ശബരിമല ഭക്തരെ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയം വളരെ ക്ലിയർ കട്ടായി പറഞ്ഞു. ഇത് ഫ്ലോറിനകത്ത് സബ്ജുഡീസ് ആണ്. 52 ക്ലോസ് 7 പ്രകാരം പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് നിങ്ങൾ പ്രസിഡൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഹൂ വിൽ ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞ പോലെ സമ്മൺ ഹാസ് ടു ബെൽ ദ കാറ്റ്. ഇവിടെ ഈ ചെയർ ബെൽ കാറ്റിന് പൂച്ചക്ക് മണികെട്ടാണ്. ഇനി പ്രസിഡന്റ് അനുവദിക്കുന്നല്ല. പറഞ്ഞോട്ടെ. ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്. ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൌട്ട് ചെയ്യുന്നു. പിന്നെ കഴിഞ്ഞ 3 ദിവസമായിട്ട് സർക്കാർ എന്തുകൊണ്ട് വന്നാലും 2 മണിക്കൂർ ചർച്ചയാണ്. 2 മണിക്കൂർ ചർച്ച. അത് എന്തിനു ഭയപ്പെട്ടിട്ടാണ് 2 മണിക്കൂർ ചർച്ച വയ്ക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് പറയുന്നില്ല. ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. 3 ദിവസം സർക്കാർ തലകുനിച്ചാണ് ഇറങ്ങിപ്പോയത്. ഇന്നെന്ത് പറ്റി? ഇന്ന് സ്വർണം ഞങ്ങൾ 2 മണിക്കൂർ ചർച്ചയ്ക്കാണ് വന്നത്. സ്വർണം തട്ടിക്കൊണ്ടുപോയത്. സ്വർണം അടിച്ചു മാറ്റിയതാണ്. അടിച്ചു മാറ്റിയത് കൊണ്ട് അത് ചർച്ചയില്ല. അടിച്ചു മാറ്റിയതാണ് സ്വർണം. അപ്പൊ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ച് സർക്കാരും ദേവസ്വം ബോർഡും കാര്യങ്ങൾ ഭക്തരോട് വിശ്വാസികളോട് പറയാതെ അയ്യപ്പ സംഗമത്തിന് പോകരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. എന്നിട്ടിപ്പോ കയ്യോടെ കള്ളനെ പിടിച്ചു. ആര്? പരാതിക്കാരൻ തന്നെയാണ് ആ പീഠവും സ്വർണവും എല്ലാം അടിച്ചോണ്ട് പോയി എന്ന വിവരം പുറത്തേക്ക് വരുമ്പോൾ
സ്വാഭാവികമായിട്ടും ഇവർക്ക് വേണ്ടി പണിയെടുക്കാൻ ശബരിമലയ്ക്കകത്ത് പോറ്റി വേഷത്തിൽ പോലും ആൾക്കാരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം. എന്നിട്ട് അദ്ദേഹത്തെ ഇന്നിപ്പോ മാധ്യമങ്ങൾ ബന്ധപ്പെടുമ്പോൾ ബാംഗ്ലൂരിലിരുന്ന് അടിച്ച വാചകം ഒന്ന് കേട്ടെ. 2021 ഒരു പീഠം അവിടെ ഇരുന്ന പീഠത്തിന് കളർ വ്യത്യാസം എന്ന് പറഞ്ഞപ്പോ പുതിയൊരു പീഠം നിർമ്മിച്ചു കൊടുത്തു. അപ്പൊ അന്ന് അത് കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നാൽ മതി എന്ന് അദ്ദേഹത്തിന്റെ കൊടുത്തു വിട്ടു. അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം 4.5 വർഷം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയായിരുന്നു. ഈ കോടതി വിധി വന്ന് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഒരു ദിവസം രാവിലെ ഞാൻ അന്ന് ട്രിവാൻഡ്രത്തുണ്ട് എന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് മനസ്സിനൊരു സമാധാനമില്ല, ഞാൻ ഇത് മോഷ്ടിച്ചതല്ല. അന്ന് ഈ റിപ്പയർ ചെയ്യാൻ തന്നു, അവിടെ വച്ചിരുന്നു. ഞാൻ അതുപോലെ പൊന്നുപോലെ തന്നെ, ഞാൻ പേപ്പർ പോലും ഇളക്കിയിട്ടില്ല, ഞാൻ അതുപോലെ സൂക്ഷിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിത് സ്പോൺസർ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം. എന്തായിരുന്നാലും സാധനം കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഞാൻ 25-ന് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോരുമ്പോൾ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സാധനം അവിടെ വിലപിടിപ്പുള്ളൊരു സാധനം അവിടെ വെക്കേണ്ടെന്ന് കരുതി ഞാൻ പെങ്ങളെ വീട്ടിലേക്ക് കൊടുത്തിട്ട് ഞാൻ പോന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നോട് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട്, അവിടെ നിങ്ങൾക്ക് എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പ വിശ്വാസികളുടെ അടുത്തുനിന്ന് പണം വാങ്ങി അങ്ങനെ എന്തെങ്കിലും പൂജകളിലേക്ക് പോയതായിട്ട് വല്ലതും വിവരം ലഭിച്ചു? ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു ആളൊന്നും അല്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. കേട്ടില്ലേ? അടിച്ചോണ്ട് പോയതേ ഞാന്, പരാതി കൊടുത്തതേ ഞാന്, പിന്നീട് അത് കൊണ്ടുവന്ന് സഹോദരിയുടെ വീട്ടിൽ ഒളിപ്പിച്ചത് ഞാന്, ബാംഗ്ലൂരിലേക്ക് മുങ്ങിയതും ഞാന്, പരാതി കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രചരണം നടത്തിയതും ഞാന്. എന്നിട്ട് ഇന്നിപ്പോ കയ്യോടെ ദേവസ്വം വിജിലൻസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴുള്ള ന്യായീകരണം കേട്ടെ. 4.5 വർഷ കാലയളവിൽ ഇത് എവിടെയാണ് എന്നത് എന്തുകൊണ്ട് സ്പോൺസറായിട്ടുള്ള ആൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പൂർണ്ണമായും വിശ്വാസയോഗ്യമാണോ എന്നതടക്കം സംശയത്തിലാണ്. എന്തായാലും തനിക്ക് ഓർമ്മക്കുറവുണ്ട്, ദിവസേന അതിന് ആവശ്യമായ മരുന്നുകൾ കഴിക്കുന്ന ഒരാൾ കൂടിയാണ് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിക്കുന്നുണ്ട്. കേട്ടില്ലേ? എന്തൊരു ഉളുപ്പില്ലായ്മ! സതീശനെ പോലെ തന്നെയാണ്. കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും ഒരു ഉളുപ്പില്ലാതെ നിന്ന് പച്ച കള്ളം വിളിച്ച് കൂവുന്നത് കേട്ടില്ലേ? ഓർമ്മക്കുറവുണ്ടത്രേ, അതിന് മരുന്ന് കഴിക്കുന്നുണ്ടത്രേ. ഈ വീണ്ടുപോയി വെച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമ്പന്നരായിട്ടുള്ള വിശ്വാസികളെ അദ്ദേഹം ഇത് വെച്ച് പൂജിച്ച് ലക്ഷങ്ങളാണ് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നോക്കണേ, അയ്യപ്പനെ വിറ്റ് ഈ പൂജിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികളിൽ ചിലർ എങ്ങനെയാണ് കച്ചവടം നടത്തുന്നു എന്നതിന്റെ തെളിവാണ് നിങ്ങൾ ഈ കേട്ടത്. ഇതിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇയാളുടെ കൂടി ജീവനക്കാരനായിട്ടുള്ള വ്യക്തിയുടെ വീട്ടിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ രഹസ്യമായിട്ടൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഞങ്ങളുടെ കയ്യിൽ ശബരിമലയിലെ പീഠമുണ്ട്, അത് വെച്ച് പ്രത്യേക പൂജകളൊക്കെ നടത്തി നല്ല പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിന് ശേഷമാണ് അത് കാണാനില്ല എന്ന വ്യാജ പരാതി കൂടി കൊടുത്തത്. പരാതി കൊടുത്തതിന് പിന്നാലെ സതീശൻ അത് ഏറ്റെടുക്കുന്നു, ഹിന്ദു സംഘടനകൾ ഏറ്റെടുക്കുന്നു, മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. ആ ചെയിൻ സംഘി കോൺഗ്രസ് നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്ന രീതി നോക്കണേ. അതായത് മനസാ വാച അറിയാത്തവരെ ആ വിഷയത്തിൽ ജനങ്ങൾക്ക് വികാരമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ശരിയായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന നെറികെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഇതൊക്കെ വേണം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ വിഷയത്തിൽ എങ്ങനെയാണോ സംഭവിച്ചത്, പുതുതായി എന്തു വന്നാലും ഇതുപോലെ പ്ലാന്റഡ് സാധനമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാര്യം അധികാരം പിടിക്കാൻ വേണ്ടി അവർക്ക് പറയാനൊന്നുമില്ല. അതുകൊണ്ട് ഇല്ലാത്തതുണ്ടെന്ന് വരുത്തി തീർക്കാൻ 916 കള്ളന്മാരെയും തട്ടിപ്പുകാരെ വരെ ഉപയോഗിക്കുന്ന സന്ദർഭമാണ്. ഇതിന്റെ സ്ക്രിപ്റ്റും സംവിധാനവും എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സതീശനാണെന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ നിയമസഭയിലെയും പുറത്തെയും ആ പെർഫോമൻസ് സർക്കാരും ദേവസ്വത്തിലുള്ളവരും അടിച്ചോണ്ട് പോയി എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അടിച്ചോണ്ട് പോയ വ്യക്തിയെ തന്നെ അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് അയാളുടെ വാക്ക് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അയാളും സതീശനും തമ്മിൽ എന്തൊക്കെയോ മനപ്പൊരുത്തമുണ്ടെന്നും മനസാക്ഷി സൂക്ഷിപ്പുകാരാണോ എന്നും ഈ നാടിന് സംശയിക്കേണ്ടി വരുന്നുണ്ട്.